എൻ്റെ ഹസ്ബൻഡ് ഇന്ന് സ്പെഷ്യലായിട്ട് മീൻ പീര വയ്ക്കുവാണ്. അപ്പം ഞാൻ വിചാരിച്ചു അതൊരു വീഡിയോ ആക്കി ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആൾക്കും സമ്മതം. എൻ്റെ അടുത്ത് പറഞ്ഞു ഞാനാണ് ഇതിൻ്റെ ഫുള്ള് പരിപാടി ചെയ്യുന്നത്, അപ്പോൾ ഫുള്ള് വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ആദ്യം ഇതിന് വേണ്ടത് ചുവന്നുള്ളിയാണ്. അപ്പോൾ ചുവന്നുള്ളി ഇതുപോലെ അരിയുക. ആദ്യം പുള്ളി പാത്രത്തിലൊക്കെ അരിഞ്ഞ് അത് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് കട്ടിംഗ് ബോർഡ് വേണം, എനിക്ക് അതിൻ്റെ തരിഞ്ഞാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് കട്ടിംഗ് ബോർഡ് എടുത്ത് അരിയുവാണ്. അങ്ങനെ ചുവന്നുള്ളിയൊക്കെ അരിഞ്ഞു കഴിഞ്ഞു. കുറേ അധികം ചുവന്നുള്ളി വേണം കേട്ടോ. അടുത്തായിട്ട് വേണ്ടത് ഇഞ്ചിയാണ്. അപ്പം ഞാൻ പറഞ്ഞു ഇഞ്ചിയൊക്കെ എല്ലാവർക്കും അരിയാനായിട്ട് അറിയാം, ഇതൊക്കെ ഞാൻ സ്പീഡിൽ ഇങ്ങനെ ഓടിച്ചു വിടുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു ഇഞ്ചി നമ്മൾ നല്ല വൃത്തിക്ക് നമ്മൾ എന്തരിഞ്ഞാലും വൃത്തിയായിട്ടൊക്കെ അരിയണം, എല്ലാം നല്ല ക്ലീൻ ആയിരിക്കണം, നീറ്റായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ കാണിച്ചു തരുവാണ്. ഇങ്ങനെയാണ് ഇഞ്ചി അരിയേണ്ടത്, അറിയാൻ വയ്യാത്തവരും കാണുമല്ലോ, അവർക്ക് മനസ്സിലാവട്ടെ എന്ന് പറഞ്ഞിട്ട് ചെയ്യുവാണ്. ഇങ്ങനെ നീളത്തിലാണ് ഇഞ്ചി അരിയേണ്ടത്. അപ്പോൾ ഇഞ്ചി അരിഞ്ഞു. അടുത്തായിട്ട് വേണ്ടത് പച്ചമുളകാണ്. പച്ചമുളക് ഇങ്ങനെയാണ് അരിയേണ്ടത്. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എന്നാലും പുള്ളി പറഞ്ഞു എല്ലാം ചെയ്യണം, ഇതൊക്കെ എല്ലാം വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആളാണല്ലോ ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ പുള്ളി പറയുന്ന പോലെ തന്നെ കേൾക്കുവാണ്. ഇനി നമുക്ക് നേരെ അടുക്കളയിലോട്ട് പോവാം. അപ്പോൾ ഇത്രയും ചുവന്നുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയുണ്ട്, ഈ ഒരു ബൗളിനകത്ത് ഇത്രയും ചുവന്നുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചുവന്നുള്ളി വേണം. പിന്നെ നമുക്ക് വേണ്ട തേങ്ങയാണ്, തേങ്ങ ചിരകിയത്. അതൊരു ഞങ്ങൾക്ക് കുഞ്ഞൊരു തേങ്ങയായിരുന്നു, ആ തേങ്ങ മുഴുവൻ ഞങ്ങൾ ചിരണ്ടിയേ. അപ്പം അത്രയും തേങ്ങയുണ്ട്. പിന്നെ കുടംപുളി വേണം. പിന്നെ നമ്മുടെ നെത്തോലി മീൻ. അപ്പോൾ എനിക്കാണെങ്കിൽ നെത്തോലി കൊണ്ട് ഈ മീൻ പീര ഉണ്ടാക്കുന്ന വലിയ ഇഷ്ടമൊന്നും അല്ല, പക്ഷേ എൻ്റെ ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എനിക്ക് മത്തി കൊണ്ടൊക്കെ പീര ഉണ്ടാക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമായി മീൻ പീര, അത് കാരണമാണ് പുള്ളി ഇത് ഭയങ്കര ആവേശത്തിൽ വന്ന് വെക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് വെളുത്തുള്ളി വേണം, കുറച്ച് മതിയേ, കണ്ടോ ഇത്രയും മതി. പിന്നെ നമുക്ക് കറിവേപ്പില വേണം. കറിവേപ്പില നമ്മുടെ വീട്ടിലുണ്ട്. അപ്പോൾ അതിലൊരു 3-4 തണ്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് മാറ്റി വയ്ക്കണം, ലാസ്റ്റ് നമുക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ പരിപാടി എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളാണ് കേട്ടോ. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഇതെല്ലാം കൂടെ നമ്മൾ ചട്ടിയിലേക്ക് ഇടുക. ഈ ചട്ടിയിലൊക്കെ വെക്കുമ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് കൂടുതലെന്നൊക്കെയാണ് ചേട്ടൻ പറയുന്നത്. എനിക്ക് അറിയത്തില്ല. അപ്പം എനിക്കറിയില്ല, പുള്ളി പറഞ്ഞു ചട്ടിയിലൊക്കെ വെക്കണം, ഇതൊക്കെ ചട്ടിയിലൊക്കെ അങ്ങനെ വെക്കേണ്ട ഒരു കറിയാണ്, ഇതൊക്കെ നാടൻ കറികളാണ് എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു ചെറിയൊരു ചട്ടിയുണ്ട്. അപ്പം വലിയൊരു ചട്ടിയുണ്ട്. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് നമ്മൾ ഈ ഒരു ചട്ടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഇതിലേക്ക് ആ തേങ്ങ ചിരകിയത് ഇട്ടു. പിന്നെ നമ്മൾ ആ ചുവന്നുള്ളി അത്ര ഇട്ടു. അപ്പോൾ എൻ്റെ ചേട്ടൻ പറയുന്ന പോലെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഇത് കുറച്ച് ലാഗ് ആകുമോ എന്ന് എനിക്ക് സംശയമുണ്ട്, പക്ഷേ ആൾ പറഞ്ഞു എല്ലാം കാണിക്കണം, ഞാൻ ഈ ചെയ്യുന്ന പോലൊക്കെ തന്നെ വീഡിയോ ഇടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ എന്നാൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ആ പച്ചമുളകും ആ ഇഞ്ചിയും അതിട്ടു. വെളുത്തുള്ളി നമ്മൾ തേങ്ങയുടെ കൂട്ടത്തിലിട്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കറിവേപ്പില, അത് കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കി അത്രയും അതിലേക്കിട്ടു. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് തിരുമണം കേട്ടോ. നന്നായിട്ട് തിരുമി അങ്ങനെ നന്നായിട്ട് തിരുമുക. അങ്ങനെ ഇതൊക്കെ തിരുമി കഴിഞ്ഞതിന് ശേഷം നമ്മളിതിലേക്ക് പൊടി ആഡ് ചെയ്യുന്നു. പൊടി എന്ന് പറയുമ്പം ഒരേ ഒരു പൊടി മാത്രമാണ് ഇതിനാവശ്യമുള്ളത്, വേറൊന്നുമല്ല. അയ്യോ സോറി, ഒരു പൊടി മാത്രമല്ല, വേറൊരു സംഭവം കൂടെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മളിതിലോട്ട് ആദ്യം മഞ്ഞൾപ്പൊടി ഇടുക. ഞങ്ങളുടെ ഈ സ്പൂണിൻ്റെ അവസ്ഥ കണ്ട് ആരും ഒന്നും പറയല്ലേ. ഈ ഒരു പാത്രങ്ങൾ വാങ്ങിച്ച സമയത്ത് അതിന് ചേരുന്ന സ്പൂണ് കിട്ടിയില്ലാത്തതുകൊണ്ട് ഒരു സ്പൂൺ കട്ട് ചെയ്ത് അതിനകത്ത് ഇങ്ങനെ കയറ്റി വെച്ചേക്കുന്നതാണ്. പിന്നെ നമ്മളങ്ങനെ മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മൾ ഉപ്പും ഇത് രണ്ടും ഇടുക. എന്നിട്ട് നമ്മളൊന്നും കൂടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് തിരുമണം കേട്ടോ. കൈ കൊണ്ട് തന്നെ തിരുമണം. കൈ എരിക്കുമൊന്നുമില്ല എന്ന് തോന്നുന്നു. അപ്പം പുള്ളി തന്നെയാണ് ഇത് മുഴുവൻ ചെയ്യുന്നത്, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ പുള്ളിയുടെ കൈ എരിച്ചിട്ടൊന്നും ഇല്ല. നമ്മൾ അതിന് മാത്രം നമ്മൾ എരിവുള്ള സാധനങ്ങൾ ചേർത്തില്ലല്ലോ. പിന്നെ നമ്മൾ കുടംപുളി അതിലേക്ക് ഇടുക. ഇതിലൊരു 3 കുടംപുളി, നല്ല പുളിയുള്ള കുടംപുളി ആട്ടോ അതിട്ടു. പിന്നെ നമ്മൾ നെത്തോലി മീൻ ഇട്ടു. ഈ നെത്തോലി നമ്മൾ കടയിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് തന്നെ വാങ്ങിച്ചതാണ്. നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് ഒന്നും കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. എന്നിട്ട് നമ്മൾ ഈ നെത്തോലിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. പക്ഷേ നമ്മൾ നേരത്തെ ഭയങ്കരമായിട്ട് അങ്ങ് തേങ്ങ അങ്ങിട്ട് തിരുമണ്ട. ജസ്റ്റ് ഈ മീനൊക്കെ ഒന്ന് ഉടഞ്ഞു പോവാതെ നമ്മളിതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തിരുമിയെടുക്കുക. ഞാൻ ആലോചിക്കുകയാണ്, ദൈവമേ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കറിയായിരിക്കും, ഇത്ര സിമ്പിൾ, പിന്നെ ഞാൻ എന്തിനാണ് ഇത്ര എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്നിരുന്നാലും അറിയാൻ വയ്യാത്തവരൊക്കെ കാണുമല്ലോ. അപ്പം അങ്ങനെയുള്ളൊരു
അതൊന്ന് കണ്ട് ചെയ്തോ. കാരണം ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് അപ്ലോഡ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചത്. ഞാൻ പറഞ്ഞു നല്ല ടേസ്റ്റാണെങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യത്തുള്ളൂ എന്ന്. ഇതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കുകയാണെങ്കിലാണ് നല്ല ഒരു ഫ്ലേവർ കിട്ടുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ നമ്മൾ ഒഴിക്കുക, കുറച്ചധികം ഒഴിച്ചു. എന്നിട്ട് നമ്മൾ സ്റ്റൗ കത്തിച്ച് ഇത് നമ്മൾ അടുപ്പിൽ വെച്ചു. ഇതിൽ വെള്ളം ഒന്നും ചേർക്കുന്നില്ല. എന്നിട്ട് നമ്മൾ അടച്ചു വെക്കുന്നു. ഒരു എത്ര സമയം, ഒരു 10-20 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നോക്കിയാണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കറി ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. അധികം കുക്കിംഗ് ടൈം ഇതിന് ആവശ്യമില്ല കേട്ടോ. ഇതിന് ഊറി വന്നേക്കുന്ന ഈ വെള്ളം ഉണ്ടല്ലോ, ഇത് വറ്റി തീരണം. നമ്മൾ അടി പിടിക്കാതെ ഒന്ന് നോക്കണം കേട്ടോ. അടി പിടിക്കാനൊക്കെ നല്ല ചാൻസ് ഉണ്ട്. ഒന്ന് ഇളക്കി ഈ മീനൊക്കെ പൊടിഞ്ഞു പോവാതെ ഒന്ന് ഇളക്കി ഒന്ന് കൊടുക്കുക. അങ്ങനെ ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക. അതാണ് ഇതിൻ്റെ ഒരു പരുവമെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇതിൽ നമുക്കൊരു കാര്യം കൂടെ ചേർക്കാനുണ്ട്. നമ്മുടെ ഈ വെള്ളമൊക്കെ വറ്റി ഇത് സ്റ്റൗ ഓഫ് ചെയ്യാറാവുന്ന ടൈമുണ്ടല്ലോ, അങ്ങനെ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ഇതിലേക്ക് കുരുമുളക് പൊടി ചേർക്കുക. അപ്പോൾ അതൊരു 1-2 സ്പൂൺ എത്രയാണെന്ന് വെച്ചാൽ ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് അതൊന്ന് ഇളക്കുക. അപ്പോൾ നമ്മുടെ കറി ഇവിടെ നല്ല സെറ്റായി നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇത് ഒരു കുഞ്ഞി പാത്രത്തിലോട്ട് ഫോട്ടോ എടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് മാറ്റുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള കറികൾ, നാടൻ കറികൾ. എനിക്ക് ഈ മത്തി കൊണ്ടൊക്കെ ഈ പീര വെക്കുവാണെങ്കിൽ നല്ല ഇഷ്ടമാണ്. പക്ഷേ ഈ നെത്തോലി കൊണ്ട് വെക്കുന്ന ഭയങ്കര ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി, നമ്മുടെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബായ്.